നമ്മുടെ കൽബ് നന്നായാൽ നമുക്ക് നന്നായിട്ട് മരിക്കാം. കൽബ് കേടായാൽ ഒരാളുണ്ടായിരുന്നു, അയാള് പള്ളിയിൽ മുഅദ്ദിനായിരുന്ന മനുഷ്യനാണ്. 40 വർഷക്കാലം അയാള് പള്ളിക്ക് സേവനം ചെയ്തയാളാണ്. അയാൾക്ക് കൽബിനൊരു ചെറിയ കേടുണ്ടായിരുന്നു. അയാൾ മരണപ്പെട്ട സമയത്ത് അയാളുടെ മകൻ അടുത്തിരുന്നു പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറയുമ്പോൾ അയാൾ പറയുകയാണ്, ഇല്ല ഇല്ല, ഞാനതൊരിക്കലും പറയില്ല. അനാമൂത്തു നസ്രാനിയ, ഞാൻ മരിക്കുന്നത് നസ്രാനിയായിട്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, കൽബിന്റെ കേട് ചെറുതല്ല. നമ്മുടെ ആഖിബത്ത് മോശമായി പോകാൻ അത് കാരണമാകും. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മുടെ ഏറ്റവും വലിയ കേടെന്താണ്? നമ്മുടെ കൽബിന്റെ കേടാണ്. ശരീരത്തിനൊരു രോഗം വന്നാൽ ആ രോഗത്തിന്റെ വേദന അനുഭവിക്കുമ്പോൾ നമുക്ക് കൂലി കിട്ടും, അതുകൊണ്ട് നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ കൽബിന് രോഗമുണ്ടായാൽ നമ്മുടെ എല്ലാ നന്മകളും നശിച്ചു പോകും. ഗസാലി ഇമാം കൽബിന് രോഗമില്ലാത്തയാളാണ്. അതുകൊണ്ടാണ് നമ്മൾ ദുആ ഇരക്കുന്നത്, നവ്വിർ ഇലാഹസ്സമാ ഖൽബൽ ഗരീബി കമാ നവ്വർത ഖൽബ ഇമാം മിന്നാസി ഗസാലി. റബ്ബേ, ഞങ്ങളുടെ കൽബ് ഗസാലി ഇമാമിന്റെ കൽബ് പോലെ ആക്കണേ അല്ലാ എന്ന് ഗസാലി ഇമാം മരിക്കുന്ന ദിവസം ഭാര്യയോട് പറഞ്ഞു, ഭാര്യ, ഇന്ന് ചില ആളുകൾ ഇവിടെ വരും, ചില അതിഥികൾ എൻ്റെ അടുത്ത് വരും, അവരെന്നെ കൊണ്ടുപോകാൻ വരുന്നതാണ്, ഞാൻ ആ അതിഥികളോടൊപ്പം യാത്ര പോകുമെന്ന് പറഞ്ഞു. ഭാര്യ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചു അകത്തളത്തിൽ. ഗസാലി ഇമാം രാവിലെ എഴുന്നേറ്റ് കുളിച്ചു വൃത്തിയായി നല്ല വെള്ള വസ്ത്രം ധരിച്ചു, സുഗന്ധം പൂശി, അത്തർ പൂശി, നിസ്കാരപ്പായിലിരുന്ന് നിസ്കരിച്ച് സുബ്ഹാനല്ലാഹ്. ഭാര്യ നോക്കുമ്പോൾ എന്തോ വർത്തമാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആരോ അതിഥികൾ നേരത്തെ ഭർത്താവ് പറഞ്ഞു വരുമെന്ന്. അങ്ങനെ അതിഥികൾ ആരോ വന്നിട്ടുണ്ടാകുമെന്ന് കരുതി ഭാര്യ പുറത്തേക്ക് ഒന്നും പിന്നീട് ശബ്ദമൊന്നും കേൾക്കാതെ വന്നപ്പോൾ ഗസാലി ഇമാമിന്റെ റൂമിലേക്ക് പോയി മെല്ലെ ഊളി നോക്കിയപ്പോൾ അവിടെ ആരും വന്നിട്ടില്ല. ഗസാലി ഇമാം ഖിബ്ലക്ക് നേരെ തല തിരിച്ച് നല്ല വെള്ള വസ്ത്രം ധരിച്ച് വുളുവോടുകൂടെ ഒരു ജനാസ എങ്ങനെയാണോ കിടക്കേണ്ടത് അതുപോലെ സ്വമേധയാ കൈകെട്ടി നന്നായി കിടന്നുറങ്ങുന്നത് പോലെ ചിരിച്ചു കിടക്കുകയാണ്. ഭാര്യ പോയിട്ട് തട്ടി വിളിച്ചു, ഉണരുന്നില്ല. ഗസാലി ഇമാം ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൽബ് കൊണ്ടെടുത്ത മഹാന്മാരായ ആളുകൾക്ക് അള്ളാഹു അത് അറിയിച്ചു കൊടുക്കുന്നതാണ്. ഗസാലി ഇമാം മരണപ്പെടുന്നതിനു മുമ്പ് ഭാര്യയോട് പറഞ്ഞത്, ഞാൻ ഇന്ന് ചില അതിഥികളോടൊപ്പം യാത്ര പോകുമെന്നാണ്. ഉദുവോട് കൂടിയാണ് ഗസാലി ഇമാം മരിക്കുന്നത്. അവരുടെ കൽബിൽ വെളിച്ചമുണ്ടായതുകൊണ്ട് അവരുടെ ഖബറിലും അല്ലാഹു വെളിച്ചം നൽകുകയാണ്. എന്റെ കൽബിനകത്ത് നിറച്ചും അസൂയയാണ്, കുശുമ്പാണ്, വൈരാഗ്യമാണ്, ഞാനാണ് വലിയവനെന്ന തോന്നലാണ്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ കുഴപ്പം അതാ. എൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താ? എനിക്കിങ്ങനെ തോന്നാ ഞാനൊരു വലിയ ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ശാഫിഈ ഇമാം ആരാണ്? വലിയ മഹാനല്ലേ?